നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ലോകം മുഴുവൻ അറിയാം. രണ്ട് ശത്രു രാജ്യങ്ങളാണ് ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയുധ പന്തയമടക്കം നടന്നിരുന്നു. ഇന്ത്യ അണുവായുധം പ്രയോഗിക്കുന്നു, പിന്നീട് പാകിസ്ഥാൻ അണുവായുധം നിർമ്മിക്കുന്നു. ഇന്ത്യ പലതരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങുന്നു, അതിനൊപ്പം പാകിസ്ഥാനും നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇന്ത്യ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള സൈന്യത്തിൻ്റെ ആയുധവൽക്കരണവും ആധുനികവൽക്കരണവും അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. ഇന്ത്യയുമായി ഒരു സൈനികമായ ഒരു ഉരസൽ അതുണ്ടായാൽ മണിക്കൂറുകൾ പോലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം അത് കഴിഞ്ഞ കാലത്തിനേക്കാൾ ഇപ്പോൾ ലോകത്തിനറിയാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രണ്ട് ആണവ രാഷ്ട്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് ലോകത്തിന് തന്നെ ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാന കച്ചവടം ഇത്തരത്തിൽ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഇന്ത്യക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം ഈ F-35 വിമാനങ്ങൾ അമേരിക്ക നൽകുന്നത് തുർക്കിക്കാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു സഹോദര രാജ്യമാണ്. പാകിസ്ഥാന് എല്ലാവിധ പിന്തുണയും നൽകുന്ന രാജ്യമാണ്. കശ്മീർ വിഷയത്തിലൊക്കെ പണ്ട് മുതൽ തന്നെ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന രാജ്യമാണ്. അത് അവരുടെ ഒരു സാംസ്കാരികമായ ബന്ധം കൊണ്ടായിരിക്കണമെന്നാണ് ഇന്ത്യ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഒരു സൈനികമായ സംഘർഷം വന്നപ്പോൾ പാകിസ്ഥാന് ആയുധം വരെ നൽകി സഹായിക്കാൻ, ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഡ്രോണുകൾ പോലും ഈ കാർഗോ വിമാനത്തിൽ തുർക്കി പാകിസ്ഥാനിൽ എത്തിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയെ ചതിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഇന്ത്യ മനസ്സിലാക്കി. അതായത് പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് തുർക്കിക്ക് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അലൈ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഉള്ളത്. തുർക്കിയിലേക്കുള്ള വിനോദസഞ്ചാര പാക്കേജുകളെല്ലാം ഇന്ത്യ റദ്ദു ചെയ്യുന്നു. തുർക്കി കമ്പനികളെല്ലാം ഇന്ത്യ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് F-35 വിമാനം തുർക്കിക്ക് നൽകാമെന്ന് അമേരിക്ക ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അതായത് തുർക്കിയിൽ നടന്ന നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചത്. നേരത്തെ അമേരിക്കയ്ക്ക് ഈ തുർക്കിയിലേക്ക് ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള ആയുധങ്ങൾ നൽകാൻ കഴിയില്ലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന, അതായത് ട്രംപ് മുമ്പ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രഖ്യാപിച്ചിരുന്ന ഉപരോധം കാരണമാണ്. ആ സമയത്ത് തുർക്കി ഒരു S-400 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങി. ആ വാങ്ങൽ അമേരിക്കയ്ക്ക് ഒട്ടും രസിച്ചില്ല. ഒരു നാറ്റോ സഖ്യകക്ഷി എങ്ങനെയാണ് അമേരിക്കയുടെ ശത്രു രാജ്യമായ റഷ്യയിൽ നിന്നും ഇത്തരത്തിലൊരു ആയുധം വാങ്ങുക, അതും വ്യോമ പ്രതിരോധ സംവിധാനം പോലെയുള്ള ആയുധങ്ങൾ വാങ്ങുക, അത് ഒരിക്കലും ദഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളുമെല്ലാം തുർക്കിക്ക് എതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഈ അമേരിക്കയിൽ നിന്നും ഒന്നും വാങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ പറ്റിപ്പോയി, അബദ്ധം, ക്ഷമിക്കണം എന്ന ഒരു നിലപാടായിരുന്നു തുർക്കി പിന്നീട് സ്വീകരിച്ചത്. ഇത് അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി തുർക്കി ഈ റഷ്യയിൽ നിന്ന് കോടികൾ കൊടുത്ത് വാങ്ങിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം സേനയിൽ ഉൾപ്പെടുത്തിയില്ല, അതൊരു മൂലയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമേരിക്ക നിലപാട് മയപ്പെടുത്തുന്നത്. ഇപ്പോൾ എർദോഗനും, അതായത് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ തുർക്കിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഉപരോധം നീക്കുന്ന കാര്യം അമേരിക്ക പരിഗണിക്കാമെന്നും F-35 തുർക്കിക്ക് നൽകാമെന്നും പറയുന്നത്. ഇത് ഇന്ത്യക്ക് ദോഷകരമായി മാറിയേക്കാം എന്ന ഒരു സാഹചര്യമാണ്. കാരണം തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ. ആവശ്യമെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ ഈ F-35 വിമാനവുമായി തുർക്കി വരാനുള്ള സാധ്യതയുമുണ്ട്. F-35 വിമാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക വ്യാപകമായി നിർമ്മിച്ച് പല രാജ്യങ്ങൾക്കും വിൽക്കുന്ന ഒരു അത്യാധുനികമായ യുദ്ധവിമാനമാണ്. അതിമാരകമായ പ്രഹരശേഷിയുള്ള യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം ഏതാണ്ട് 1300-ലധികം ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്ക നിർമ്മിക്കുകയും അത് മറ്റു പല രാജ്യങ്ങൾക്കും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള F-35 വിമാനമാണ് തുർക്കി സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭയപ്പെടണം എന്ന രീതിയിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വിദേശകാര്യ വിദഗ്ധരിൽ നിന്നും പ്രതിരോധ വിദഗ്ധരിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇതിനെതിരെ എന്നാൽ F-35 വിമാനം അമേരിക്ക തുർക്കിക്ക് നൽകുന്നതിനെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട്. പല കോൺഗ്രസ് അംഗങ്ങളും അത് ചെയ്യരുത് എന്ന് ഇതിനോടകം തന്നെ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയെ പോലെ നിൽക്കുന്ന ഇസ്രായേൽ പോലും ഈ ഒരു ആയുധ കൈമാറ്റത്തെ എതിർക്കുകയാണ്. F-35 പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തുർക്കിയിലെ സർക്കാർ
ഖത്താറിനെ പോലെയുള്ള സർക്കാരുകൾക്ക്, സ്ഥിരതയില്ലാത്ത സർക്കാരുകൾക്ക് നൽകിയാൽ മേഖലയിലെ സമാധാനത്തിന് അത് ഭീഷണിയാകും. ഒരുപക്ഷെ ഇസ്രായേലിന് പോലും അത് ഭീഷണിയായി മാറിയേക്കാം. തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്, പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഒരു വലിയ അപകടാവസ്ഥ ഉണ്ടാകും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഇസ്രായേൽ ഇങ്ങനെ ഒരു ഇടപാട് നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പല ലോബിയിങ്ങും നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ഒന്നും കൂസാതെ, പണ്ടൊക്കെ ഇത്തരത്തിൽ അമേരിക്ക പാകിസ്ഥാന് യുദ്ധവിമാനം നൽകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രു രാജ്യത്തിന് യുദ്ധവിമാനം നൽകുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഔദ്യോഗികമായി ഇന്ത്യ അതിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പെങ്കിലും ഇറക്കാറുണ്ട്. നിങ്ങൾ ഈ കാട്ടിയത് ശരിയല്ല, ഇങ്ങനെ ഒരു ആയുധം അവൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു അവസരമായി മാറും എന്നൊക്കെ മുൻകാലങ്ങളിൽ അമേരിക്കയോട് ഒരു പിണക്കത്തിൻ്റെ കുറിപ്പ്, ഒരു നിഷേധ കുറിപ്പൊക്കെ അല്ലെങ്കിൽ പ്രതിഷേധ കുറിപ്പൊക്കെ ഇന്ത്യ അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി നൽകാറുണ്ട്. അങ്ങനെ നൽകിയിട്ട് കാര്യമൊന്നുമില്ല, അമേരിക്ക അത് വാങ്ങി ചവറ്റുകുട്ടയിൽ എറിയുമെന്നേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഇന്ത്യ അതിനൊന്നും പോയില്ല. ഇനി F-35 അല്ല, എന്ത് വിമാനം നൽകിയാലും ഇന്ത്യക്കത് പ്രശ്നമില്ല എന്ന ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ സൈന്യത്തിനുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം കാരണം. ഭരണകൂടം ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു യുദ്ധവിമാന കൈമാറ്റത്തെ എതിർക്കുമ്പോഴും ഇന്ത്യ നിശബ്ദമായി തന്നെ തുടരുകയാണ്. കാരണം ഇന്ത്യക്ക് ഏത് ശത്രുവിനെയും ഇല്ലാതാക്കാനുള്ള കരുത്തുണ്ട് എന്ന് പുതിയ ഭാരതം വിശ്വസിക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ഒരു പദ്ധതിയിൽ അധിഷ്ഠിതമായി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള രഹസ്യായുധങ്ങൾ ഇന്ത്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. F-35 പോലെയുള്ള ഏത് യുദ്ധവിമാനങ്ങൾ, 5ാം തലമുറ യുദ്ധവിമാനം വന്നാലും 6ാം തലമുറ യുദ്ധവിമാനം വന്നാലും ഇന്ത്യ അതിനെ പ്രതിരോധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇന്ത്യ നിശബ്ദത പാലിക്കുന്നത്. എന്തായാലും തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് നൽകുന്നത് ശരിയല്ല എന്ന് പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യ നിശബ്ദത പാലിക്കുകയാണ്.